പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിക്കാതെ പോയ ഒരു താരമാണ് പ്രബീർ ദാസ്. അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രബീർ ദാസിനെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ഒന്നും ഇല്ലാത്ത സമയത്താണ് പ്രബീർ ദാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ക്ലബിലേക്ക് അയക്കുന്നത്. പ്രബീർ ദാസിനെ ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റി FC ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ക്ലബ്ബ് തന്നെ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പരിക്ക് മാറി ടീമിലേക്ക് തിരിച്ചെത്തിയെങ്കിലും മിക്ക മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ചിലായിരുന്നു പ്രബീറിന് സ്ഥാനമുണ്ടായിരുന്നത്. സന്ദീപ് സിംഗ് പോലൊരു താരത്തിന് സ്റ്റാർട്ടിംഗ് 11-ൽ എന്തുകൊണ്ടാണ് വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നത് എന്നാണ് ആരാധകരുടെ ചോദ്യം. എന്തായാലും ഇനി പ്രബീർ ദാസ് മുംബൈ സിറ്റി FCക്ക് വേണ്ടി മികച്ച രീതിയിൽ കളിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു കാര്യം, ഇന്നലെ വന്നിരുന്ന റൂമർ ആയിരുന്നു നരേന്ദർ ഗെഹ്ലോത്ത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ നരേന്ദർ ഗെഹ്ലോത്ത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് ഇപ്പോൾ ആശിഷ് നെഗി വ്യക്തമാക്കിയിട്ടുണ്ട്. താരം മറ്റൊരു ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്നും ആശിഷ് നെഗി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പ്ലേയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡീലൊന്നും നടക്കുന്നുമില്ല. അതിൽ നരേന്ദർ ഗെഹ്ലോത്ത് എന്ന താരത്തിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ടീമിന് അത് വലിയൊരു തിരിച്ചടി തന്നെയാകും. കാരണം നിലവിൽ ഈ ഒരു ടീം വെച്ച് ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലേക്ക് വരാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം, ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രമുഖ മാധ്യമമായിട്ടുള്ള ഖേൽനോ ആണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഖേൽനോ മറ്റൊരു പ്രധാന വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിംഗിസ് ഈ ഒരു സമ്മറോടെ ക്ലബ്ബ് വിട്ടേക്കും. ഈ ഒരു സീസണിലെ മോശം സൈനിങ്സും ഡിസിഷനും കാരണം ഒരുപാട് വിമർശനങ്ങൾ മാനേജ്മെന്റിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ISL 11-ാം സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് തകർന്നു പോകാനുള്ള പ്രധാന കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തന്നെയാണ്. നല്ല ഇന്ത്യൻ സൈനിങ്സ് ഒന്നും മാനേജ്മെന്റിന് ഈ ഒരു സീസണിൽ നടത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച സൈനിങ്സിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. കൂടുതൽ ISL-ഉമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.